ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പാർട്ടിയുടെ യോഗങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ തുറന്ന വിമർശനം അനുവദിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. സഖാക്കളൊക്കെ തന്നെ അത് ജില്ലാ തലത്തിലാണെങ്കിലും താലൂക്ക് തലത്തിലും ഏരിയ കമ്മിറ്റിയും ഒക്കെ തന്നെ എല്ലാവരും പ്രതിഷേധത്തിന്റെ അല്ലെങ്കിൽ അതൃപ്തിയുടെ വാക്കുകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇപ്പോഴും പാർട്ടി നേതൃത്വം കൊടുത്തയച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിതരണം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ചോദ്യാവലിയിൽ ചോദ്യാവലിയിലൊക്കെ തന്നെ വലിയൊരു വിമർശനം നേതൃത്വത്തിനെതിരെ നടത്താതിരിക്കാനുള്ള മുൻകരുതലുകളുണ്ട് എന്നും പത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ജയിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതായത് ഒരു മൂന്നാം തവണ അവർക്ക് ഭരിക്കാൻ കഴിയും എന്നുള്ളൊരു തുടർ ഭരണം അവർ വിശ്വസിച്ചിരുന്നു. ഇനി അഥവാ തുടർ ഭരണം കിട്ടിയിട്ടില്ലെങ്കിലും ചില നീക്കുപോക്കുകൾ നടത്തി നമുക്ക് ഭരിക്കാൻ പറ്റുന്ന രീതിയിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു CPM-നെ സംബന്ധിച്ചിടത്തോളം. അത് പാർട്ടിയുടെ നേതൃത്വത്തിലാണെങ്കിലും അവരുടെ ഇടയ്ക്കുള്ള നേതൃത്വത്തിലാണെങ്കിലും താഴേക്കിടയിലെ അണികൾക്കാണെങ്കിലും എല്ലാവർക്കും അത് തന്നെയായിരുന്നു. ഒരു പൂർണ്ണമായും ഇതുപോലുള്ള ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വ്യക്തം. അതുകൊണ്ട് തന്നെ CPM എന്ത് ചെയ്യും എന്നുള്ളതാണ് CPM-നെ മുമ്പിലെ ഒരു വെല്ലുവിളി. അത് ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലാണെങ്കിലും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായ ആ കാലഘട്ടം മുതൽ, അതായത് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടം മുതൽ പാർലമെന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 64-ലാണ് CPI പിളർന്ന് CPM-ഉം ഒരു പാർട്ടി CPI ആയിട്ടും നിൽക്കുന്നത്. അത് ചൈനയുടെ കൂടെ നിൽക്കണോ അല്ല റഷ്യയുടെ കൂടെ നിൽക്കണോ എന്നുള്ളൊരു തർക്കത്തിന്റെ മുകളിലാണ് ആ പാർട്ടിയിൽ പിളർപ്പുണ്ടാവുന്നത്. ആ പിളർപ്പുണ്ടാവുന്ന സമയത്തും അത് തുടക്കത്തിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഗണ്യമായ സ്വാധീനം പാർലമെന്റിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നത്. അതേപോലെ തന്നെ പിന്നീട് വാജ്പേയി മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുമ്പ് VP സിംഗ് ഒക്കെ പ്രധാനമന്ത്രിയായ സമയത്തും അതേപോലെ തന്നെ ആ പീരീഡിലൊക്കെ തന്നെ, അതായത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വളരെ നിർണായകമായ റോളാണ് CPM-ന് ഉണ്ടായിരുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അവരുടെ പങ്കാളിത്തം വളരെ ശ്രദ്ധേയമായ പങ്കാളിത്തമായിരുന്നു. അവരുടെ സംഖ്യയൊക്കെ 35-40 പേരൊക്കെയാണ് CPM-ന് പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. അപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ഭഗത് സിംഗ് സുർജിത്തിനെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ തന്നെ. പക്ഷെ ഇന്ന് CPM-ന്റെ സ്ഥിതി എന്താണ്? ദേശീയ രാഷ്ട്രീയത്തിൽ അവർ പൂർണ്ണമായിട്ടും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു പ്രസക്തി CPM-ന് ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. എന്തെങ്കിലും പ്രസക്തി ഉണ്ടെങ്കിൽ അത് തീവ്ര ഇടതുപക്ഷ പാർട്ടികൾക്കാണ്. CPML പോലത്തെ പാർട്ടികളാണ് ഇപ്പോൾ പല സ്ഥലത്തും ശക്തി ആർജിക്കുന്നത്. അതേസമയത്ത് അങ്ങേയറ്റത്തെ തീവ്രവാദികളായ അക്രമം, വയലൻസ് നടത്തുന്ന പാർട്ടികളെ കേന്ദ്ര സർക്കാർ ഏതാണ്ട് അടിച്ചമർത്തി കഴിഞ്ഞു. അവർ വലിയൊരു ബെൽറ്റിൽ ഇന്ത്യയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിരുന്ന പാർട്ടിയാണ് CPML അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് അല്ലെങ്കിൽ മാവോയിസ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ. അവരെയൊക്കെ ഏതാണ്ടൊക്കെ തന്നെ അടിച്ചമർത്തി കഴിഞ്ഞു. പലർക്കും ചൈനീസ് സഹായമൊക്കെ ഉണ്ടായിരുന്നു, ആയുധങ്ങളൊക്കെ അവർക്ക് കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ അവരെ ആയുധങ്ങളൊക്കെ കീഴടക്കി താഴെ വെച്ച് കീഴടങ്ങിയിരിക്കും. അപ്പൊ ഇവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നത്? ദേശീയ തലത്തിലും അവരുടെ പ്രസക്തി നഷ്ടപ്പെട്ടിരുന്നു. കേരളമാണ് മുമ്പൊക്കെ CPM-നെ കുറിച്ച് പറയാറുള്ളത്. CPM ഒരു 3 സ്ഥലത്ത് കേന്ദ്രീകരിച്ച്, അതായത് ഡൽഹി കേന്ദ്രീകരിച്ച് ഒരു ഓൾ ഇന്ത്യ പാർട്ടി, ഒരു പശ്ചിമ ബംഗാൾ ഘടകം, അതേപോലെ തന്നെ കേരള ഘടകം. അപ്പോൾ കേരള ഘടകത്തിനും പശ്ചിമ ബംഗാൾ ഘടകത്തിനും വലിയൊരു ബാർഗൈനിങ് പവർ ഉണ്ടായിരുന്നു. ഇവിടുത്തെ നേതാക്കൾ ചേർന്നിട്ടാണ് ഡൽഹിയിൽ പാർട്ടി നയിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, 1977 CPM-ന് വലിയ തിരിച്ചടി. അത് CPM-ന്റെ നയങ്ങൾ കൊണ്ടല്ല, കേന്ദ്രത്തിൽ മുഴുവൻ ഇന്ദിരാവിരുദ്ധ തരംഗം അടിച്ച സമയത്തും ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു കാറ്റാണ് വീശിയത്. അത് ആന്ധ്രയിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും. അന്ന് 111 സീറ്റാണ് ഐക്യ കക്ഷികൾക്ക്, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കക്ഷികൾക്ക് കിട്ടിയത്. ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അതാണ് കേരള പൊളിറ്റിക്സും CPM-ന്റെ ദേശീയ രാഷ്ട്രീയവും തമ്മിൽ ഉള്ളൊരു ബന്ധം. CPM-ന്റെ മൊത്തത്തിലുള്ള ദേശീയ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കേരള ഘടകത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കേരളത്തിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു, അല്ലെങ്കിൽ CPM-ന്റെ നേതാവായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അത്രയും കേരള ഘടകത്തിന് ദേശീയ തലത്തിൽ സ്വാധീനമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കേരള ഘടകം തന്നെയാണ് CPM-നെ കൊണ്ടു നടക്കുന്നത് നമുക്കറിയാം. കാരണം CPM എന്ന് പറയുന്നൊരു പാർട്ടി കൊണ്ടു നടക്കാൻ ഭാരിച്ച സാമ്പത്തിക ഉത്തരവാദിത്വം കൊണ്ട് മറ്റൊരു സ്ഥലത്തും അവർക്ക് ഭരണമില്ല. കേരളത്തിലാണെങ്കിൽ അവർക്ക് ഗ്രാസ് റൂട്ട് ലെവൽ വരെ
എല്ലാ തരത്തിലും കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, അതുപോലെ തന്നെ ഊരാളുങ്കൽ സൊസൈറ്റി പോലത്തെ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. പണം മറയ്ക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ അവർക്ക്, അത് ഭരണത്തിലിരുന്നാലും പ്രതിപക്ഷത്തിരുന്നാലും ഒക്കെ അവർക്കത് കുറെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ കേരളത്തിൽ CPM-ന് ഇനി തിരിച്ച് അധികാരത്തിൽ വരാൻ പറ്റുമോ എന്നതാണ് ഒരു പ്രസക്തമായ ചോദ്യം. കാരണം ദീർഘനാളത്തെ അധികാരം പാർട്ടിയെ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലൊക്കെ ഒരിക്കലും CPM തോൽക്കാത്ത. 1977-ൽ ബാക്കി എല്ലാ സ്ഥലത്തും തോൽക്കുമ്പോഴും CPM ജയിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഈ കണ്ണൂർ ജില്ലയിലെ ഈ പ്രദേശങ്ങളൊക്കെ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും അവർക്ക് തിരിച്ചടി നേരിടുകയാണ് അവർക്ക് സംഭവിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം കുറച്ചു കാലമായിട്ട് CPM അനുവർത്തിച്ചിരുന്ന നയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ മറികടന്നുകൊണ്ട് മുസ്ലിം മേഖലകളിലേക്ക് കടന്നു കയറുക എന്നുള്ളത്. ഇപ്പം DCC പ്രസിഡന്റ് ആയിരുന്ന TK ഹംസ മലപ്പുറത്ത് CPM-ലേക്ക് വരുന്നു. അദ്ദേഹം പാർലമെന്റിലേക്ക് ജയിക്കുന്നു, മഞ്ചേരിയിൽ ലോക്സഭാ സീറ്റ് ജയിക്കുന്നു. പിന്നെ പൊന്നാനിയിൽ അവർ മദനിയെ വരെ കൊണ്ടുവരുന്നു, കാന്തപുരവുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നു. കാന്തപുരത്തിന്റെ അനുയായിയെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായി നിർത്തുന്നു. മദനി CPM-ന്റെ വേദിയിൽ വരുന്നു. മലപ്പുറത്ത് നിരവധി മുസ്ലിം വ്യാപാരികളൊക്കെ തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. ചില ആളുകൾ ജയിക്കുന്നു, ചില ആളുകൾ നിർത്തുന്നു. എന്തു തന്നെയായാലും ഒരു മുസ്ലിം ബെൽറ്റിലേക്ക് കടന്നു കയറാനുള്ള ഒരു കാര്യമായ ശ്രമമാണ് CPM നടത്തിയത്. അങ്ങനെ ന്യൂനപക്ഷങ്ങളിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രവർത്തന ലക്ഷ്യം. ആ സമയത്ത് കുറേയൊക്കെ അവർ അതിൽ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ CPM എന്ന് പറയുന്ന ഒരു ഹിന്ദു പാർട്ടിയാണ്. അതായത് മലപ്പുറത്തെ ന്യൂനപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ പാർട്ടിയായിരുന്നു CPM. ആ പാർട്ടിയിൽ അധികം മുസ്ലിങ്ങളൊന്നും ഉണ്ടായിരുന്നു. കുറച്ച് നേതാക്കന്മാരെ, പാലോളി മുഹമ്മദ് കുട്ടി, സെയ്താലി കുട്ടി എന്നൊക്കെ പറഞ്ഞ കുറച്ച് നേതാക്കന്മാരുണ്ടെങ്കിലും മുസ്ലിം ജനസാമാന്യത്തിനകത്ത് കാര്യമായ സ്വാധീനം CPM-ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവരത് ശ്രമിച്ചത് ഒരു മതേതര രാഷ്ട്രീയം വെച്ചിട്ടല്ല, മുസ്ലിം രാഷ്ട്രീയത്തിൽ കളിക്കുകയായിരുന്നു CPM ചെയ്തത്. അതുകൊണ്ടാണ് അവർ കാന്തപുരമൊക്കെ സഖ്യം ഉണ്ടാക്കിയത്. ജമാഅത്തെ ഇസ്ലാമിയായിട്ടും അവർ അത്യാവശ്യം നല്ല ബന്ധമുണ്ടാക്കി. അങ്ങനെയുള്ള ഒരു ലൈനായിരുന്നു CPM എടുത്തിരുന്നത്. ഇനി കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പൂർണ്ണമായിട്ടും UDF-ന്റെ കൂടെ ക്രിസ്ത്യൻ മുസ്ലിം കേന്ദ്രീകരണം സംഭവിച്ചു എന്നുള്ളതാണ്. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് തന്നെ പറഞ്ഞു, മതത്തിന്റെ പേരിലാണ് മുസ്ലിം ലീഗ് മുസ്ലിം മതത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുകയായിരുന്നു. അങ്ങേയറ്റത്തെ ന്യൂനപക്ഷ വർഗീയതയാണ് നടപ്പിലാക്കിയത്, അതിന്റെ പേരിലാണ് വോട്ട് പിടിച്ചത് എന്നൊക്കെ UDF-നെ വിമർശിക്കുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ്. അതേ സമയത്ത് ഇപ്പുറത്ത് മുഹമ്മദ് റിയാസ് ചെയ്യുന്നത് കുറച്ചുകൂടി ഒരു മുസ്ലിം പ്രീണനം നടത്താനാണ്, വന്ദേ മാതര ഗാനത്തെയൊക്കെ തള്ളി പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പൊ അവിടെയും നിങ്ങൾ UDF അത് ചെയ്തില്ല എന്ന് പറയാനാണ് ശ്രമിച്ചത്. പക്ഷെ ആ ഒരു പരിപ്പ് ഇനി വേവുമെന്ന് തോന്നുന്നില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം രണ്ട് മൈനോറിറ്റികളും, അത് ക്രിസ്ത്യൻ മൈനോറിറ്റി ആണെങ്കിലും മുസ്ലിം മൈനോറിറ്റി ആണെങ്കിലും പൂർണ്ണമായിട്ട് CPM-നെ അവര് കൈയൊഴിച്ചിരിക്കുന്നു, അവര് തഴഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് പാർട്ടിക്കാർ, അതായത് കാഡർ ആയിട്ടുള്ള കുറച്ച് മുസ്ലിങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ ജനിച്ചു എന്ന് പറയുന്ന കുറച്ച് പേരുണ്ടാവും എന്നല്ലാതെ ഒരു മുസ്ലിം സമുദായം എന്ന രീതിയിൽ CPM-ന്റെ കൂടെ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായവും CPM-ന്റെ കൂടെ നിൽക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ സ്ഥിതിക്ക് കുറവാണ്. നാളെ ഒരുപക്ഷെ അവർ മാറിക്കൂടായില്ല. പക്ഷെ മുസ്ലിം സമുദായം പൂർണ്ണമായിട്ടും അവർ CPM-നെ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പം CPM എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? മറുഭാഗത്താണെങ്കിൽ BJP ആണെങ്കിൽ രണ്ട് മുന്നണി രാഷ്ട്രീയമൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞു. BJP ഒരു തേർഡ് ഫോഴ്സ് എന്ന നിലയിൽ നിയമസഭയിൽ 3 പേർ അവിടെ കടന്നു വന്നിരിക്കുന്നു. അപ്പം ഇവിടെ സംസ്ഥാന സർക്കാർ സ്വാഭാവികമായിട്ടും മുസ്ലിം ക്രിസ്ത്യൻ പിന്തുണയോടുകൂടി വന്ന സംസ്ഥാന സർക്കാർ അത്യാവശ്യം വർഗീയ പ്രീണനം അവർ നടത്തും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവർക്ക് സംരക്ഷിക്കേണ്ട താല്പര്യം എന്ന് പറയുന്നത് മതന്യൂനപക്ഷത്തിന്റെ താല്പര്യമാണ്. അത് സംരക്ഷിക്കാൻ അവർ നിലപാടെടുത്ത സമയത്ത് സ്വാഭാവികമായിട്ടും അതേ രീതിയിൽ തന്നെ BJP നിയമസഭ അകത്തും പുറത്തും ഒക്കെ തന്നെ പ്രതികരിക്കും. അപ്പൊ ഇവിടെ എന്ത് റോളായിരിക്കും CPM-ന് എടുക്കാൻ പറ്റുക എന്നുള്ള ഒരു വിഷയമാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇനി ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഒക്കെ മുമ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ അത് പരിഹരിക്കാതിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഓരോ വിഷയവും നമുക്കറിയാം, ആശാ വർക്കർമാരുടെ സമരമാണെങ്കിലും ഓരോ ജനകീയ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും അതിനോടൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാടായിരുന്നു CPM എടുത്തിരുന്നത്. പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെ ഇത്രയധികം ജനങ്ങൾ തള്ളിപ്പറഞ്ഞ ഒരു നേതാവ്, അല്ലെങ്കിൽ ധാർഷ്ട്യം കാണിച്ചു എന്ന് പറയുന്ന നേതാവിനെ തന്നെ മുമ്പിൽ നിർത്തിക്കൊണ്ട് CPM-ന് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ വിഷയം എടുക്കുമ്പോൾ CPM ഏതെങ്കിലും വിഷയത്തിൽ ജനകീയ പ്രശ്നങ്ങൾക്ക്
ഏറ്റെടുത്തുകൊണ്ട് സമരം ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ ഭരണകാലത്ത് ചെയ്തത് എന്ന ചോദ്യമാണ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നതാണ്. ഒന്നുകിൽ അവർ പൂർണ്ണമായിട്ടും ഒരു ഉൾപാർട്ടി ജനാധിപത്യമൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയിൽ അങ്ങനെ ആരും ഒരു പ്രാമാണിത്വം ആർക്കുമില്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ കുറച്ചൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ അതൊരിക്കലും കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ തുറന്ന വിമർശനം അവർ അനുവദിക്കില്ല. പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പോലും മാറ്റാൻ അവർ തയ്യാറാണ്. ഇപ്പൊ തന്നെ പലരും പറയുന്നുണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലല്ലാതെ KK ശൈലജയുടെ നേതൃത്വത്തിലൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നതെങ്കിൽ ജയിക്കാൻ പറ്റുമായിരുന്നു അവർ പറയുന്നു. അപ്പം അങ്ങനെ ഒരു തെറ്റ് തിരുത്താൻ, അതായത് നേരത്തെ ചെയ്യാമായിരുന്ന ഒരു തിരുത്തൽ നടപടി നേരത്തെ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടി രക്ഷപ്പെടാമായിരുന്നു. ഇപ്പോൾ പോലും അവർ ചെയ്യാൻ തയ്യാറില്ല എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ ഭാവി വലിയ അത് ഇരളടഞ്ഞു തന്നെയായിരിക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് തരുന്നത്.